കാസർഗോഡ് മാത്രം ചെയ്യാറുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന. 2 രീതിയിലുള്ള അരിയുണ്ടയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന. നമുക്ക് ഇത് കുറേ നാൾ സ്റ്റോർ ചെയ്യാം, ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടിപ്പും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 2 രീതിയിലുള്ള അരിയുണ്ടയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് പുഴുക്കലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. 2 പ്രാവശ്യമായിട്ട് 2 ബാച്ചായിട്ട് വറുത്തെടുക്കുന്നുണ്ട്, പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പുഴുക്കലരി കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. പിന്നെ ഏറ്റവും ഇതിന് നല്ലത് പുഴുക്കലരി മട്ട റൈസ് കിട്ടുന്നുണ്ടല്ലോ, ബ്രൗൺ കളറിൽ, അതാണ് കേട്ടോ ഒന്നും കൂടെ കാണാനൊക്കെ ഒരു ഭംഗി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു പുഴുക്കലരിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി കുറച്ചും കൂടെ നമുക്ക് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതേപോലെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് മെയിനായിട്ട് തേങ്ങ വേണം. അപ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ 3 തേങ്ങ മതി മൊത്തത്തിൽ. ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് 2 തേങ്ങയാണ് കേട്ടോ. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം, നല്ല ഫ്രഷ് ആയിട്ടുള്ള 1-ാം പാൽ. ഈ ഒരു 2 തേങ്ങ വെച്ചിട്ട് 1-ാം പാൽ എടുക്കുക, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട്. 2-ാം പാൽ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നില്ല, 1-ാം പാൽ മാത്രമാണ്. ഞാനിപ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള 2 തേങ്ങ, മൊത്തത്തിൽ 4 തേങ്ങ അല്ലേ, അപ്പോൾ ഇതിലും 2 തേങ്ങയുണ്ട്. ഈ തേങ്ങ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിക്സിയിൽ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ, ഒരു തരുതരുപ്പായിട്ട്. അപ്പോൾ ഇത് ഈ ഒരു തേങ്ങയുടെ സൈസ് ഒന്ന് ചെറുതാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വറുത്ത അരിപ്പൊടി ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒന്ന് തരുതരുപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഫൈൻ പൗഡറായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കണ്ട, ചെറിയൊരു തരുതരുപ്പോടെ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചൂടാറിയതിന് ശേഷം ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. തേങ്ങ ഞാനിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒരു തരുതരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, 500 ഗ്രാം ശർക്കരയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കുന്നതിനനുസരിച്ച് ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മളിതിലോട്ട് തേങ്ങയൊക്കെ ചേർത്ത ശേഷം വെള്ളം ചേർക്കാതെ നിങ്ങൾക്കിത് മെൽറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലോണം പൊടിച്ചെടുത്തിട്ട് ഒരിച്ചിരി വെള്ളം മാത്രം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ പറ്റുമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഒരു പൊടിച്ച തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടിത് നല്ല ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ഞങ്ങൾ പണ്ടം എന്നാണ് ഇതിന് പറയാറുള്ളത്, ഈ ഒരു ശർക്കരയും തേങ്ങയും ചേർത്തിട്ടുള്ള ഈ ഒരു സംഭവം. അപ്പോൾ ഇതുപോലെ ഫ്ലെയിം ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കുറക്കുക, അല്ലെങ്കിൽ ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഡ്രൈ ആയ ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ നല്ലോണം ആദ്യം ഒന്ന് തിളപ്പിക്കുക. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ഏലക്കാപ്പൊടി നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുക. തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അതിന്. എന്നിട്ട് ഇതിലോട്ട് ഈ പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഈ ഒരു ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വറ്റണം, ഡ്രൈ ആകണമെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ട് ബോൾസാക്കി എടുക്കാൻ പാകത്തിന്, ഉരുട്ടാൻ പാകത്തിന് ഇതൊന്ന് തിക്കായി കിട്ടണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂ ഇളക്കി കൊടുക്കണം
തിളപ്പിക്കണമെന്നില്ല കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇൻസ്റ്റയിൽ റീലായിട്ട് ചെയ്തപ്പോൾ കമൻ്റൊക്കെ വന്നിട്ടുണ്ട് അതിന് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കേടാവില്ലേ എന്നുള്ളത്. കേടാകുന്നില്ല, നമ്മളിതുപോലെ ഇങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നതുകൊണ്ട്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ്. അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഗൾഫിലോട്ടൊക്കെ ഇങ്ങനെ കൊടുത്ത് വിടാറുണ്ട്, ഓർഡറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കൗസി റഹീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് എനിക്കിഷ്ടമായ കൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചിട്ട് ഞാനിത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് ഇത് കേടാവില്ല. ഇനി ഇതിലോട്ട് നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ, 1/4 കപ്പ് വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർക്കുന്നതിനേക്കാളും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. മൊത്തത്തിലൊരു 1/4 കപ്പ് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വീണ്ടും ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇത് ഡ്രൈ ആകണം. അപ്പോൾ നമുക്ക് നല്ല ബോൾസാക്കി ഉരുട്ടാൻ പാകത്തിന് കിട്ടും. കേടാവില്ല കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. സാധാ അരിപ്പൊടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ഡ്രൈ ആകാറുണ്ട്. ഇതങ്ങനെ ഡ്രൈ ആകുന്നില്ല. ഇപ്പോൾ ഇത് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസാക്കിയിട്ട് കണ്ടെയ്നറിലാക്കി വെക്കാം. ഇപ്പം നല്ലോണം ചൂടാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ബോൾസാക്കി എടുക്കാം. നിങ്ങൾക്ക് ഒരാഴ്ചയേക്കാളും കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ബോൾസാക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ബോൾസാക്കാതെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഓവനാണെങ്കിൽ ഓവനിൽ, അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ ഒന്ന് റൂം ടെമ്പറേച്ചർ ആക്കി വെക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബോൾസാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാവും. ഒരാഴ്ചയേക്കാളും കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എന്തായാലും പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ബോൾസാക്കിയിട്ട് സ്റ്റോർ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാ ഉണ്ടാക്കുന്ന അരിപ്പൊടിയേക്കാളും ഇത് ടേസ്റ്റ് ഉണ്ട്. സംഭവം നമ്മൾ തേങ്ങാപ്പാലും നെയ്യും ഒക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് വേറെ സാധാ ചെയ്യാറുള്ള അരിപ്പൊടി അതും കൂടി നോക്കാം. അപ്പോൾ പണ്ടേ ചെയ്യാറുള്ള അരിപ്പൊടിയാണ് ഈ ഒരു അരിപ്പൊടി. വർഷങ്ങളായിട്ട് ചെയ്യാറുള്ള സംഭവമാണിത്. നമ്മൾ ഉണ്ടാക്കിയ ദിവസം നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ആകുമ്പോൾ എന്തായാലും ഇത് ഹാർഡാവും. അപ്പോൾ അതിനുള്ള ടിപ്പാണ് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു അരിപ്പൊടി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പുഴുക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇതും കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വെച്ചിട്ടുള്ള അരിയാണ്. നല്ലോണം വെള്ളം വാർന്നിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 1.5 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ ലാർജ് പാനിൽ ഇതുപോലെ ഒറ്റ ബാച്ചായിട്ട് തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി നമുക്ക് വേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ 300 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കുറച്ച് വെള്ളം, 1/2 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം വരെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നോക്കിയിട്ട് മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തന്നെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ശർക്കര നമ്മൾ അലിയിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇനി കുറച്ച് കാര്യങ്ങൾ തേങ്ങ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇതൊന്ന് അരിപ്പയിൽ അരിച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയും വേറൊരു തേങ്ങയുടെ പകുതിയും 3 മുറി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല വലിയൊരു തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ തന്നെ മതിയാവും കേട്ടോ. എന്നിട്ട് ഈ ഒരു തേങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലുള്ള ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതുപോലെ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം. അതുപോലെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുകയും വേണം. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ഇത് പാകത്തിനുള്ള അളവാണ് കേട്ടോ. 300 ഗ്രാം ശർക്കരക്ക് ഏകദേശം അത്യാവശ്യം നല്ല വലിയൊരു തേങ്ങ പാകത്തിനാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ പോരാ, ഒരു തേങ്ങയും വേറൊരു തേങ്ങയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുക.
ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ശർക്കര പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തേങ്ങയുടെ കളറും ചെറിയ രീതിയിൽ മാറി വരുന്നുണ്ട്. കുറച്ച് നേരം നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ശർക്കര പാനിയൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം, ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇനി നമുക്കിതിലേക്ക് വേറൊരു കാര്യം ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അരി നമുക്ക് ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 കപ്പ് അരി വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ പൊടിച്ചെടുക്കാം. പിന്നെ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഫൈൻ പൗഡർ ആയിട്ടല്ല പൊടിച്ചെടുക്കേണ്ടത്, ഒരു തരുത്തരുപ്പോടെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ചപ്പാത്തി പൊടി, മൈദ ആ ഒരു രീതിയിലുള്ള നൈസ് പൗഡർ അല്ല, ഇതുപോലെയാണ് വേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ല, ഒരു തരുത്തരുപ്പോടെ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അല്ലാത്ത അങ്ങനെ നല്ലോണം അങ്ങനെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പണ്ടമുണ്ടല്ലോ, തേങ്ങ ശർക്കര ചേർത്തിട്ടുള്ള ഈ ഒരു പണ്ടം, ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. നല്ലോണം ചൂടാറണമെന്നില്ല, ചെറിയ രീതിയിലൊന്ന് ചൂടാറിയാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് പാകത്തിനുള്ള അളവാണ്. ഈ ഒരു പൊടിയും പണ്ടവും ഒക്കെ നല്ല പാകത്തിനാകുന്നുണ്ട്. പണ്ടം കൂടിപ്പോയാൽ നമുക്കത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ പൊടി കൂടിപ്പോയാലും നല്ലോണം ഹാർഡ് ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനുള്ള കറക്റ്റ് അളവാണ്. നമ്മളിതിങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ കുറച്ചും കൂടെ ചെറിയ രീതിയിൽ സോഫ്റ്റ് പോലെ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഹാർഡാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നല്ലോണം ഹാർഡാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാൻ കൊള്ളൂല. നമുക്കിത് പിറ്റേന്ന് വരെ ഇത് കേടാവത്തൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ 2 ദിവസമൊക്കെ വെക്കുമ്പോൾ പിന്നെ അത് ഹാർഡായി പോകും, കുറച്ചും കൂടെ ഹാർഡാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇത് നല്ലോണം ഹാർഡാക്കി എടുക്കണ്ട. അപ്പോൾ അതാണ് ഇത് പാകത്തിനുള്ള കറക്റ്റ് പരുവാണ് ഞാൻ പറയുന്ന ഈ ഒരളവ്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. ഇതുപോലെ തന്നെ വേറൊരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാറുണ്ട് കാസർഗോഡ്, ഇതുപോലെ പണ്ടം ഉണ്ടാക്കിയിട്ട്. പക്ഷേ അരിപ്പൊടിയല്ല, അരി പൊടിച്ചിട്ടല്ല ചേർത്ത് കൊടുക്കുന്ന പഫ്ഡ് റൈസ് ഉണ്ടല്ലോ, പൊരി എന്നൊക്കെ പറയും ഞങ്ങൾ, ഉലോക്കി പൊരി, അതാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കും. അത് പിന്നെ എണ്ണയിൽ നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും, പൊരിയപ്പം എന്ന് പറയും. പക്ഷെ അത് വേറൊരു രീതിയാണ്. ഇത് നമ്മളിനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറൊന്നും ചെയ്യാനില്ല. നല്ലൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, സാധാരണ സിലിണ്ടർ ഷേപ്പ് ഉണ്ടല്ലോ കുറച്ച് നീളത്തിൽ, അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അരിപ്പൊടി ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു ബോൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത്, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്, അരിപ്പൊടി അരിയുണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കാസർഗോഡുള്ളവരാണെങ്കിലും ചിലപ്പോൾ അറിയാത്ത പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ, അതുപോലെ കാസർഗോഡ് നിന്ന് പുറത്തുള്ളവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്